ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അയർലൻഡ് പര്യടനം ഒടുവിൽ വലിയ നാണക്കേടിൽ അവസാനിച്ചു. 2 മത്സരങ്ങളടങ്ങുന്ന ട്വന്റി പരമ്പരയിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ട് അയർലൻഡ് പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്കെതിരെ അയർലൻഡ് ഒരു പരമ്പര സ്വന്തമാക്കുന്നത്. ആദ്യ മത്സരത്തിൽ ആധികാരിക വിജയം നേടിയ അവർ 2ാം മത്സരത്തിൽ 1 റൺസിനാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ആദ്യമായി പരമ്പര കളിക്കാൻ ഇറങ്ങിയ ഇന്ത്യൻ ടീമിന് പരമ്പരയിൽ തലകുനിച്ച് മടങ്ങേണ്ട ഗതികേടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് നിരയെല്ലാം ഈ ഒരു പരമ്പരയിൽ നനഞ്ഞ പടക്കങ്ങളായി മാറി. അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും അർദ്ധ സെഞ്ചുറികൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര പരാജയമായിരുന്നു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിര അയർലൻഡ് ബൗളിങ്ങിന് മുമ്പിൽ പതറുന്ന കാഴ്ചയാണ് പരമ്പരയിൽ കണ്ടത്. തങ്ങളെക്കാൾ മികച്ച ബൗളിങ്ങും മികച്ച ഫീൽഡിങ്ങുമാണ് അയർലൻഡിൻ്റേത് എന്നാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞത്. അതായത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമൊന്നുമല്ല, അയർലൻഡിന്റെ ബൗളിംഗ് മികച്ചതായതുകൊണ്ടാണ് ഈ പരമ്പര തോറ്റതെന്നാണ് ശ്രേയസ് പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും ഈ ഒരു പരമ്പരയിൽ അത് നടന്നില്ല. ആദ്യ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ 2ാം മത്സരത്തിൽ സൂര്യവംശിയെ കളിപ്പിക്കാൻ ഇറക്കുമെന്നായിരുന്നു പലരും വിചാരിച്ചത്. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ ഈഗോ അതിനൊന്നും സമ്മതിച്ചില്ല. പരിചയസമ്പത്തുള്ള സീനിയർ താരങ്ങളെല്ലാം ടീമിലുള്ളപ്പോൾ ഒരു ചെറിയ പയ്യനെ വെച്ച് കളി ജയിക്കേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ ഇന്ത്യൻ ടീമിന് ഇല്ല എന്നാണ് അവരുടെ ചിന്ത.